നമസ്കാരം. ഇറാനികൾ ട്രംപിനെ വധിക്കും. ട്രംപിന്റെ ചതിയിൽ ഇറാനികൾ തെരുവിലിറങ്ങേണ്ടി വന്ന സാഹചര്യം. പ്രക്ഷോഭകരെ ചതിച്ച ട്രംപിനെ വധിക്കുക എന്നുള്ളതായിരിക്കും ഇനി അവരുടെ മുമ്പിലെ ആകെയുള്ള വഴി. ഇറാനിൽ ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങിയ ലക്ഷക്കണക്കിന് പ്രക്ഷോഭകർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ കടുത്ത രോഷവുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നു. തങ്ങളുടെ പോരാട്ടത്തിന് പരിപൂർണമായിട്ടുള്ള പിന്തുണ വാഗ്ദാനം ചെയ്ത ഒടുവിൽ ഇറാൻ ഭരണകൂടവുമായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കി ട്രംപ് തങ്ങളെ വഞ്ചിച്ചു എന്നാണ് പ്രക്ഷോഭകരുടെ ആരോപണം എന്ന് പറയപ്പെടുന്നത്. ട്രംപിന്റെ വാക്കുകൾ വിശ്വസിച്ച് തെരുവിലിറങ്ങിയ തങ്ങളെ ചാവേറുകളായി ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് ഇറാനിയൻ ജനത ട്രംപിനെ കുറ്റപ്പെടുത്തുന്നത്. സാമ്പത്തിക തകർച്ചയ്ക്കും വിലക്കയറ്റത്തിനുമെതിരെ കഴിഞ്ഞ ഡിസംബറിൽ ആരംഭിച്ച പ്രതിഷേധം ജനുവരിയോടെ ആഗോള ശ്രദ്ധ നേടിയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ സമയത്ത് ട്രംപ് നൽകിയ പരസ്യമായിട്ടുള്ള പിന്തുണയാണ് പ്രക്ഷോഭകരെ ആവേശം കൊള്ളിച്ചത്. അമേരിക്കൻ സഹായം ഉടൻ ഇറാനിലെത്തുമെന്നും സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ സൈനികമായിട്ടുള്ള നേരിടാൻ അമേരിക്ക സജ്ജമാണ് എന്നുമൊക്കെ ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ വലിയ മുന്നറിയിപ്പൊക്കെ പ്രക്ഷോഭകർക്ക് നൽകുകയും ചെയ്തു. അപ്പോൾ ട്രംപിന്റെ ഈ വാക്കുകളൊക്കെ അമേരിക്കൻ സൈനിക ഇടപെടൽ ഉണ്ടാകുമെന്ന ഉറപ്പുമായിട്ട് ഇറാനിലെ ജനങ്ങൾ കണക്കാക്കി അവർ പ്രക്ഷോഭത്തിലേക്ക് പോയി എന്നുള്ള ഇതോടുകൂടിയാണ് ലക്ഷക്കണക്കിന് ആളുകൾ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങിയത്. കാരണം രക്ഷകനായി അവനെത്തും. ആര്? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തുമെന്നുള്ള വലിയ വിശ്വാസത്തിൽ. പക്ഷേ അവസാനം ഡൊണാൾഡ് ട്രംപ് എത്തിയില്ല, ചതിച്ചു. എന്നാൽ സമരത്തിന് നേരെ ഇറാൻ ഭരണകൂടം വെടിവെപ്പും ആശയവിനിമയ സംവിധാനങ്ങൾ തടയുന്നതും ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സ്വീകരിച്ചതോടെ ട്രംപിന്റെ നിലപാട് മാറി. കൊലപാതകങ്ങളും വധശിക്ഷകളും നിർത്താമെന്ന് ഇറാൻ നേതൃത്വം തനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നും അതിനാൽ സൈനിക നീക്കം ഉണ്ടാകില്ല എന്നും പറഞ്ഞ് ട്രംപ് പിന്മാറി. സമരത്തിനിടെ കൊല്ലപ്പെട്ട 15,000 പേരുടെ മരണത്തിന് ട്രംപിനും ഉത്തരവാദിത്തമുണ്ട് എന്ന് ടെഹ്റാനിലെ ഒരു വ്യാപാരി അടക്കം ഇപ്പോൾ ട്രംപിനെതിരെ പറയുകയാണ്. ട്രംപിന്റെ സജ്ജമാണ് എന്ന പോസ്റ്റാണ്, അല്ലെങ്കിൽ ആ പോസ്റ്റ് കണ്ടാണ് പലരും ഭയമില്ലാതെ തെരുവിലിറങ്ങിയത് എന്നാണ് അവിടുത്തെ ജനത പറയുന്നത്. അതായത് ഇറാനിയൻ ജനതയായിട്ടുള്ള പ്രക്ഷോഭത്തിനിറങ്ങിയ ഇറാനിയൻ ജനത. ഇറാൻ ഭരണകൂടവുമായിട്ട് അമേരിക്ക രഹസ്യധാരണയിലെത്തിയെന്നും തങ്ങളെ ചതുരംഗ പലകയിലെ കരുക്കളായി ഉപയോഗിച്ച് വഞ്ചിക്കുകയായിരുന്നുവെന്നും ഇറാനിയൻ ജനത കരുതുന്നു എന്നുള്ളതാണ്. അവരെ വളരെ കൃത്യമായി ചതിച്ചിരിക്കുന്നു. ട്രംപിന്റെ ചുവടുമാറ്റം എന്ന് പറയപ്പെടുന്ന ഇറാനിലെ പ്രതിപക്ഷ നിരയെ തളർത്തിയിരിക്കുകയാണ്. ട്രംപ് ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടില്ല എന്നും അദ്ദേഹത്തിന് ഞങ്ങളെക്കുറിച്ച് ഒരു ആശങ്കയുമില്ല എന്ന് തന്നെയാണ് ടെഹ്റാനിലെ ഈ പ്രക്ഷോഭകാരികളായിട്ടുള്ള യുവതികളടക്കം പറയുന്നത്. വളരെ നിരാശയോടുകൂടി പ്രതികരിക്കുന്നത്. അതേസമയം പ്രതിഷേധം അടിച്ചമർത്തപ്പെട്ടതോടെ ഇറാൻ ഭരണകൂടം ട്രംപിനെ പരിഹസിച്ച് രംഗത്തെത്തുകയും ചെയ്തു കഴിഞ്ഞു. നിലവിൽ പ്രക്ഷോഭങ്ങൾ തണുത്തുവെങ്കിലും രാജ്യത്ത് ഒറ്റപ്പെട്ടുപോയ ഒരു കൂട്ടം മനുഷ്യരുടെ വേദനയാണ് ടെഹ്റാൻ തെരുവുകളിൽ ഇപ്പോഴും അവശേഷിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ അവിടെയാണ് ഇത്തരത്തിൽ തെരുവുകളിൽ ലക്ഷങ്ങൾ ഈ ട്രംപിന്റെ വാക്കും വിശ്വസിച്ച് പ്രക്ഷോഭത്തിനായിട്ട് ഇറങ്ങിയപ്പോൾ അതിനകത്ത് മരണപ്പെട്ടു പോയവരുടെ എണ്ണം എന്ന് പറയപ്പെടുന്ന തീരാവേദനയായി നിൽക്കുമ്പോഴും ആ വിശ്വാസവഞ്ചന കാട്ടിയ ട്രംപിനെ ഇറാനികൾ തന്നെ വധിക്കുമെന്നുള്ളതാണ്. കാരണം അത്രത്തോളം വിശ്വാസവഞ്ചനയാണ് പ്രക്ഷോഭകരോട് ട്രംപ് നടത്തിയത് എന്ന് അവർ ആരോപിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഇറാൻ ജനതയോട് കാട്ടിയ ട്രംപിന്റെ ചതി, ആ ചതിയിലാണ് ഇറാനിയൻ ജനതകൾ വീണ്ടും ചിലപ്പോൾ തെരുവിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. ഇപ്പോൾ അവിടെ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴും ആ അന്തരീക്ഷത്തിന്റെ കാലാവധി എന്ന് പറയപ്പെടുന്നത് എത്ര നാളെന്ന് നമുക്കൊരിക്കലും പ്രവചിക്കുവാൻ കഴിയില്ല. രാജ്യത്ത് ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ഒരു കൂട്ടം മനുഷ്യരുടെ വേദന, ആ വേദനയാണ് ടെഹ്റാന്റെ തെരുവുകളിൽ ഇപ്പോഴും അവശേഷിക്കുന്നത് എന്നുള്ളതാണ്. നിലവിൽ അവിടുത്തെ പ്രക്ഷോഭങ്ങൾ തണുത്തുവെങ്കിലും നമുക്കൊരിക്കലും പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല യുദ്ധം ഉണ്ടാകില്ല എന്ന്. എന്നാണെങ്കിലും ഈ പ്രക്ഷോഭം വീണ്ടും തുടങ്ങുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അത് ഇറാൻ ജനത എന്ന് പറയപ്പെടുന്നത് ഇറാനിലെ ഭരണമാറ്റത്തിന് വേണ്ടി മാത്രമായിരിക്കും ഇനി ഈ പ്രക്ഷോഭത്തിലേക്ക് എത്തുക. അല്ലാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്ക് വിശ്വസിച്ചുകൊണ്ടായിരിക്കില്ല. ഇനി ഇവർ ഏതെങ്കിലും തരത്തിലൊരു യുദ്ധമുണ്ടായാൽ ഇറാനിയൻ ജനതയും ഇറാനിയൻ ഭരണകൂടവും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ട്രംപിനെ ആക്രമിക്കുന്ന കാലഘട്ടമായിരിക്കും ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് ട്രംപിന്റെ ഇവിടത്തെ പദ്ധതിയും പൊളിയുകയാണ്. ഇറാനിയൻ ജനതയെ തകർക്കുവാൻ ശ്രമിച്ച ആ പദ്ധതിയും തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.